സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവന് ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദൈവവചനം പറയുകയാണ്, അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ അവൻ്റെ പാദങ്ങളെ ചുംബിപ്പിൻ എന്ന്. അങ്ങനെ പറഞ്ഞാൽ ദൈവം നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ നാം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നടക്കുമ്പോൾ, കൽപ്പന വിട്ട് തിരിഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം നമ്മേൽ പറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ അത് നശിപ്പിച്ച് കളയും. നമ്മുടെ നിത്യനാശത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് നമ്മെ കൊണ്ടു ചെല്ലുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമ്മൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ വായിക്കണം. പുത്രൻ്റെ പാദങ്ങളെ ചുംബിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു രൂപമുണ്ടാക്കി വെച്ചിട്ട് ആ കാലുകളെ ചുംബിക്കുക എന്നല്ല. പ്രിയ ദൈവമക്കളെ, ആ ഒരു ദൈവത്തിൻ്റെ വചനങ്ങളെ വായിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ നടക്കണമെന്നാണ് പറയുന്നത്. വചനം കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ അത് അനുസരിച്ച് നാം നടക്കുമ്പോൾ നിത്യനാശത്തിലേക്കല്ല നിത്യജീവനിലേക്ക് പോകുന്ന വഴി നമുക്ക് എന്ത് ചെയ്യും? അതിൽ തുറന്നു വരും. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്മേൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരണം പ്രാപിക്കുകയും ദിവസം പ്രതി വചനമാകുന്ന അവൻ്റെ പാദത്തെ മുത്തം ചെയ്യുകയും വചനം ധ്യാനിച്ച് ദൈവത്തോട് അടുത്തിരിക്കുകയും നല്ലത് ചെയ്ത് നമ്മൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ, കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുവാൻ നമുക്ക് ദൈവം ഓരോരുത്തരും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.